നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞേ? പറയാം, പക്ഷെ കേൾക്കുമ്പോ അമ്മ എന്നോട് ചാടിക്കടിക്കാൻ വരരുത്. ദേവണ്ണേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കാശ് ചെലവുള്ള കാര്യം വല്ലതും ആണെങ്കിൽ അതൊന്നും നടക്കൂല കേട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ല. ഞാനേ ഇന്ന് ദേവൂട്ടി കണ്ടിരുന്നു. ദേവൂട്ടി ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയ വഴിയാ ഞാൻ കണ്ടത്. അവൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടുന്നോ? അതെപ്പോ? ആ വിദ്യാമ്മയുടെ കൂടെ ഒളിച്ചും പാത്തും എങ്ങാനും വന്നായിരിക്കോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വന്നപ്പോഴും പോയപ്പോഴും അവര് തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ കൂടെ വന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോ അച്ഛനെ കാണാൻ വന്നതാണെന്ന് ദേവൂട്ടി പറഞ്ഞത്. അല്ല, അച്ഛനെ കാണാനേ വിദ്യാമ്മ ഇപ്പൊ സ്ഥിരം വരാറുണ്ടോ? അവര് മിക്കപ്പോഴും വരും. അതിന്റെ കൂടെ ഒരു സംഭവം ഉണ്ടായി മോളെ. ഇന്ന് ആ ഗഗൻ ഇവിടെ വന്നിരുന്നു. വിദ്യാമ്മ ഇവിടെ ഉള്ളപ്പോഴാ അയാള് വന്നേ. അല്ല, എന്തിനാ അയാള് വന്നത്? കിട്ടാനുള്ള കാശ് ചോദിക്കാനാ? അവനെ കണ്ടപ്പോ ഞാനും അങ്ങനെ കരുതിയേ. പക്ഷെ അവൻ വന്നതേ ദേവൂട്ടി കല്യാണം ആലോചിച്ചാ. ദേവൂട്ടി കല്യാണം ആലോചിക്കാനോ? അതൊരു പുതിയ ട്വിസ്റ്റ് ആണല്ലോ. അല്ല, അയാൾക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവന് പണ്ട് മുതലേ ദേവൂട്ടി ഇഷ്ടായിരുന്നു. അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താ നമ്മളെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി തരാന്നാ പറഞ്ഞേ. അല്ല, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാനത് കേട്ടൊന്ന് സമാധാനിച്ചതാ. പക്ഷെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. എന്തു പറ്റി? ഈ ആലോചനക്കാരും കേട്ടപ്പോഴേ നിന്റെ മുത്തശ്ശി ഇടംതരിഞ്ഞ് നിൽക്കുമായിരുന്നു. വിദ്യാമ്മ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ച് വന്നതായിരുന്നു. പക്ഷെ വിദ്യാമ്മ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി അവന്റെ മുമ്പിലേക്ക് വന്നതും അവസ്വാരം ബാധിച്ച പോലെ അവനാകെ ഭ്രാന്ത് പിടിച്ച ഒരു ഓട്ടമായിരുന്നു. എന്താ ആ സമയത്ത് അവന് പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല. വിദ്യാമ്മ പറയുന്നതേ അയാൾക്ക് വല്ല ചിത്തഭ്രമവും ആയിരിക്കുന്ന. എന്നിട്ട് അവളിതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് ആ സമയത്ത് അവൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഏതായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. കല്യാണം മുടങ്ങിയെങ്കിലും കാശ് ചോദിച്ച് അവൻ ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ട് വരില്ല. അത്രയ്ക്ക് പേടിച്ച് നിലവിളിച്ച് അവൻ ഇവിടെ ഓടിയത്. അമ്മേ, വിനോദ. ഹലോ. അമ്മേ, ദാമേ. മോനെ, എന്താടാ വിളിച്ചേ? അമ്മേ, ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി? എന്താ ഇതുവരെ അയക്കാത്തെ? അത് കൊള്ളാം. നീ എന്താടാ മോനെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? നിന്ന നിപ്പിൽ 7500 രൂപ ഞാൻ എവിടെ ഒപ്പിക്കാനാ? അതൊന്നും എനിക്കറിയണ്ട. പറഞ്ഞ സമയത്തിനുള്ളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ എനിക്ക് സെമസ്റ്റർ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. നീ ഇങ്ങനെ അറത്ത് മുറിച്ചതുപോലെ പറയലടാ. 2 ദിവസത്തിനുള്ളിൽ ഇത്രയും കാശ് ഞാൻ എവിടെ പോയി ഒപ്പിക്കാനാ? നിന്റെ അച്ഛന്റെ അവസ്ഥയൊക്കെ നിനക്കും അറിയാവുന്നല്ലേ? അച്ഛന്റെ അവസ്ഥ അമ്മയുടെ അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും. പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വരുത്താതെ ഇരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. പറഞ്ഞേക്കാം. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. 2 ദിവസത്തിനുള്ളിൽ ഇത്രയും കാശ് ഞാൻ എവിടുന്ന് സംഘടിപ്പിക്കാനാ? എല്ലാം കൂടി എന്റെ തലേ കയറ്റി എനിക്ക് ഭ്രാന്താവല്ലോ ഈശ്വര. അതെ, ഭ്രാന്ത് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. ദേ, അമ്മ വിചാരിച്ചാലേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ ബുദ്ധിപൂർവ്വം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് തെളിച്ചു പറ. അത് ഞാൻ പറയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതിന്റേതായ വഴിക്ക് നടക്കണമെങ്കിൽ അമ്മ കൂടി മനസ്സ് വെക്കണം. നീ വളച്ചു കിട്ടാത്ത കാര്യം എന്താ പറ. ദേവൂട്ടിയെ എന്തുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ തിരിച്ചു വിളിച്ചുകൂടാ? എന്നെ തുറച്ചു നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. അമ്മ ദേവൂട്ടി ഇവിടുന്ന് വിലക്കിയിട്ടും ദേവൂട്ടി അച്ഛനെ കാണാൻ ഇവിടെ വരാറുണ്ടെന്നുള്ളത് സത്യമല്ലേ? അതുകൊണ്ട് അച്ഛനെ കാണാനും ശുശ്രൂഷിക്കാനും ദേവൂട്ടിക്ക് നമ്മളായിട്ട് തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കുക.
ഒപ്പം ഗഗനെ കല്യാണം കഴിക്കാൻ നമ്മളായിട്ട് തന്നെ ദേവൂട്ടിയെ പ്രേരിപ്പിക്കുക. ചിലപ്പോ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ച ദേവൂട്ടി ആ ബന്ധത്തിന് തയ്യാറാവുമെങ്കിലോ? അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്താ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് താനും. ദേവൂട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം അച്ഛന്റെ കാര്യം ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കല്യാണത്തിന് ദേവൂട്ടി സമ്മതിച്ച അതോടെ ഈ പറഞ്ഞ ഗഗനെ കൊണ്ടുള്ള ഉപദ്രവം എന്നേക്കുമായി മാറിക്കിട്ടുകയും ചെയ്യും. പോരാത്തതിന് അയാൾ നമ്മുടെ വരുതിയിലാവുകയും ചെയ്യും. അതിന് അവൻ ഇനി ഈ കല്യാണത്തിൽ സമ്മതിക്കോ? അത്രയ്ക്ക് പേടിച്ച് തുള്ളി അവനോടൊന്ന് പോയേ. ദേവൂട്ടി സമ്മതം പറഞ്ഞ അയാള് പോയതിലും വേഗത്തിൽ തിരിച്ചു വരുമെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യം ദേവൂട്ടി എവിടെ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടുവരാൻ നോക്കണം. തൽക്കാലം ഭയത്തിനൊരു ശമനം കിട്ടും എന്നുവെച്ചേ ഇതൊരു ശാശ്വത പരിഹാരമല്ല കേട്ടോ. ദേവി കോപം മാറാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം ജോത്സരെ? അതിന് താൻ ഇനി എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ പെണ്ണിനെ നേരിൽ കണ്ട് രണ്ട് നല്ല വാക്ക് പറഞ്ഞ് അവളുടെ മനസ്സിൽ തന്നോടൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടതിന് പകരം അവളുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാൻ തന്നോട് ആരാ പറഞ്ഞ്? അവക്കിഷ്ടാകാതെ തന്നെ ദേവിക്കും ഇഷ്ടാവില്ല. അപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും ജോത്സരെ? ഇതിന് ഒരിക്കലും ഒരു പരിഹാരം ഇല്ലെന്നാണോ? ഒരാള് മനസ്സ് വെച്ചാൽ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും. ആരായാള്? തന്റെ മനസ്സിൽ ഈ ഭയം മുഴുവൻ മാറണമെങ്കിൽ സാക്ഷാൽ ഘോര തന്നെ മനസ്സ് വയ്ക്കണം. ഘോരയോ? അതാരാ? മഹാജ്ഞാനിയാണ് ഘോര. അഥർവ പൂജയിലൂടെ വിചാരിക്കുന്നതൊക്കെ സാധിക്കുന്ന മഹായോഗി. അവിടെ ചെന്ന് അഭയം പ്രാപിച്ചാൽ തന്റെ ഈ പേടിയും പരിഭവവും ഒക്കെ ശാശ്വതമായിട്ട് മാറിക്കിട്ടും. ഘോരയെ കണ്ടാൽ അയാള് സഹായിക്കുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഘോര വിചാരിച്ചാൽ എല്ലാത്തിനും പരിഹാരമാവും. പക്ഷേ ഘോര വിചാരിക്കണമെങ്കിൽ പണമിറക്കണം. പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം, കാര്യം നടന്നു കിട്ടിയാൽ മതി. എന്നാ വേഗം വിട്ടു. വഴി ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് ഘോരയുടെ താവളം. പോകുന്ന വഴി ചില ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യാക്കണ്ട. സധൈര്യം ഘോരയെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് പോവുക. അവിടെ പോയി ഘോരയെ കാണണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.